കാലല്ലേ നാട്ടിൽ പോയതാ? നാട്ടിലൊന്ന് പോയി 15 ദിവസത്തിന്. അല്ല ഹംസോ, ഈ ഈ നൂല് കെട്ടിയിട്ടുള്ള പരിപാടി ഉണ്ടല്ലോ, നമ്മള് ഈ അസുഖമൊക്കെ വന്ന കുട്ടികൾക്കുണ്ടല്ലോ നൂല് കെട്ടല്, വെള്ളം ഊതല്, എന്താണ് എനിക്ക് അതിന്റെ അഭിപ്രായം? അഭിപ്രായം അതായത് ഇപ്പൊ നമ്മളെ സമൂഹത്തിൽ പല വിശ്വാസമുള്ള ആളുകളുണ്ടല്ലോ, പലതരം വിശ്വാസമുള്ള ആളുകളുണ്ടല്ലോ. അപ്പൊ അതിപ്പോ നമ്മളൊരാളെ വിശ്വാസത്തിന് അനിക്കണില്ല, കളിയാക്കണില്ല, പാടില്ല. എന്നാലും എന്റെ ഒരു അനുഭവം ഞാൻ പറയാം. ചെറുപ്പത്തിലട്ടാ, ഞാൻ ചെറുതായിരുന്നു അന്ന്, ഞാൻ കല്യാണം ഒന്നും കഴിഞ്ഞിട്ടില്ല. അപ്പൊ എന്റെ ചെറിയ പെങ്ങള് എന്റെ കൂടെ വിരുന്ന് പറക്കാൻ വന്നു. അന്ന് ഓളെ രണ്ടാമത്തെ കുട്ടിയാന്ന് തോന്നുന്നുണ്ട്. ഒരു മരുമന്റെ നേരായപ്പോ കുട്ടിക്ക് ഭയങ്കര പനി. അപ്പൊ ഇവളെന്നോട് പറഞ്ഞ് ഏതായാലും ഇരിക്കുന്ന ഒരു കാര്യം ചെയ്യും, എത്തിക്കാണ്ടാണ്ട് പോകുമ്പോഴേ ആസമൂലയുടെ അടുത്തുനിന്ന് ഒരു നൂല് ഉതികാണ്ട് കൊണ്ടുവരാനാണ്. ഫസ്റ്റ് ഘട്ടം അങ്ങനെയാണല്ലോ. അങ്ങനെയാണല്ലോ, ഫസ്റ്റ് ഡോക്ടറെ അടുത്ത് പോവാ. അങ്ങനെ ഞാൻ എന്നോട് പറയാ, ഈ എത്തിങ്ങാനം എന്ന് പറഞ്ഞ സ്ഥലം തന്നെ ആണ്ട് കയറി അല്പം മരിച്ചോടത്തും കൂടി പോവില്ല, ഒക്കെ മറക്കും. കാരണം ആ ബസ് സ്റ്റോപ്പും ഭയങ്കര വൈബാണ്. അപ്പൊ അവിടെ അങ്ങനത്തെ ഒരു സ്ഥലക്കറിയാലോ ഞാൻ. അപ്പൊ ഏതാവട്ടെ, ഞാന് ഈ പറഞ്ഞ മാതിരി അവിടുത്തെ ഇതില് കമ്പനി അടിച്ചിരുന്ന വർത്താനൊക്കെ പറഞ്ഞേ, പിന്നെ പ്രത്യേകിച്ച് ഞാനല്ല നൂലിന്റെ കഥയൊക്കെ ഞാൻ മറന്നു. അസമൂല് ഒരു 8 മണിയായപ്പോ എസ്എസ്കാരൻ കഴിഞ്ഞ് മൂപ്പര് വീട് അടിച്ചു വയ്ക്കണം. അങ്ങനെ ഞാൻ അങ്ങനോട് പറയാന്, ഞാൻ എത്തിയാൻ്റെ അവിടുന്ന് പെരീക്ക് ഇങ്ങനെ പോരാ പോകുന്ന എന്റെ അടുക്കാണ് തിരുണ ജംഗ്ഷൻ ഉണ്ടല്ലോ, എത്തിങ്ങാന്റെ ബാക്ക് സൈഡ്. അവിടെ എത്തിയപ്പോഴാണ് നൂല് ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്, പക്ഷെ ഊതിച്ചിട്ടില്ല. അടച്ചോ മറന്നല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്തായിരുന്നു ഞാൻ നിന്നോടത്ത് നിങ്ങാണ്ട് അയ്യുമ്പോ ഒരു 5-8 കെട്ടാണ്ടിട്ട് ഇങ്ങനെ ഊതുമ്പോ ആക്കിട്ട് ഓരോ കെട്ട് കിട്ടും. ഞാൻ ഒരു 5-8 കെട്ട് അങ്ങനെ ഇട്ടുങ്ങാണ്ട് അവിടെ റോഡ് സൈഡില് സ്കൂൾ കുട്ടികളുടെ ആരുതാന്നറിയില്ല, ഒരു നോട്ടിക്കിന്റെ ഒരു പേജ്, ഒരു അരപ്പേജായിട്ട് കീറിയത് എടുക്കുന്നുണ്ട്. അതില് ചുറ്റിങ്ങാണ്ട് വെച്ചാണ്ട് അസമൂലയില് തിരക്കണായിരിക്കന്നെ അങ്ങനെ തിരച്ച് റെഡിയാക്കി കൊണ്ട കൊടുത്ത് നൂല് കൊടുന്നാന്ന് ചോദിച്ചാൽ ആ ഊതിച്ചിട്ട് നല്ല കെട്ടി കളയാറ് കെട്ടി 1/2 മണിക്കൂറുണ്ട് പനിയാണ്ട് സത്യം ഉണ്ടായ കാര്യമാണ്. വിശ്വാസം എന്താ പറയാ, എന്തിന്റെ അടിസ്ഥാനം വിശ്വാസമാണ്. അല്ല, നമ്മളൊരു ഡോക്ടറെ പോയിട്ട് കണ്ടു കഴിഞ്ഞാൽ മരുന്ന് കുടിക്കണക്കാട്ടി മുന്നേ ആ ഡോക്ടറിന്റെ ഒരു സമാധാനം, വിശ്വാസം നമുക്ക് വേണം. ഡോക്ടറിന്റെ നമ്മളൊരു സമാധാനം, അതില് അസുഖം മാറണം, വീട്ടിലെത്തുമ്പോ അസുഖം മാറും, മരുന്ന് കുടിക്കണ ഒരു വിശ്വാസം. തീർച്ചയായിട്ടും അത് വിശ്വാസമാണ്. എല്ലാ നമ്മൾ കുളി കുടിക്കുകയാണെങ്കിലും മരുന്ന് കുടിക്കാനൊക്കെ ആ വിശ്വാസമാണ് അതിലൊരു ഘടകമാണ്. അപ്പൊ അങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് പറയാം. നമ്മളൊരാളെയും വിശ്വാസത്താനിക്കല്ലട്ടാ. അല്ല അതില്ല.